ഹായ് ഓൾ, വെൽക്കം ടു വ്യൂസ് വിത്ത് APK. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ മാർച്ച് എൻഡിൽ റിലീസ് ചെയ്ത് 2024 മാർച്ച് എൻഡിൽ റിലീസ് ചെയ്ത ഒരു സയൻസ് ഫിക്ഷൻ ഡ്രാമയാണ്, ഒരു സീരീസാണ് 3 ബോഡി പ്രോബ്ലംസ്. സോ അതിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ ഇതൊരു ചൈനീസ് റൈറ്റർ ലിയു സീക്സിൻ എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്റർ 2006 എഴുതുകയാണ്. 2008 പുള്ളിയുടെ ബുക്ക് പബ്ലിഷ് ആവുന്നത്. സോ ഇതിനെ ബേസ് ചെയ്ത് ഓൾറെഡി ചൈനയിലൊക്കെ സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ദേ ആർ കൺസിഡറിങ് ദിസ് ആസ് ഒരു 20 വർഷത്തിനിടയിൽ ഉള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സയൻസ് ഫിക്ഷൻ ഡ്രാമയായിട്ടാണ് അവർ കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ഇത് ആസ് ഐ സെഡ് 2008 ഈ ബുക്ക് പബ്ലിഷ് ചെയ്തതാണ്. സോ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോഴാണ് ഇത് സീരീസ് ആയിട്ട് ഇത് റിലീസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇത് 2 കാലഘട്ടത്തിലായിട്ടാണ് നടക്കുന്നത്. ഇതിൻ്റെ ഒരു പ്ലോട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് 1967-70s പിന്നെ 2024. സോ 1967-70 കാലഘട്ടത്തിൽ ഇത് ചൈനയിൽ ഒരു റെവല്യൂഷൻ ഉണ്ടാകുന്നു. അപ്പം റെഡ് ഗാർഡ്സ് എന്ന് പറയുന്ന ആളുകളാണ് ഇതിന് മേൽനോട്ടം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഗവൺമെന്റിന്റെ പേരായിരിക്കും, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആളുകളുടെ പേരായിരിക്കും. അപ്പം ജി എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടറിന്റെ ഫാദറിനെ പബ്ലിക്കായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെയും ജീനെയൊക്കെ ഒരു ട്രൈറ്റർ ആയിട്ട് ഇവർ കൺസിഡർ ചെയ്യുന്നു. ജീനെ അത് കഴിഞ്ഞിട്ട് ഒരു ലേബർ ക്യാമ്പിലേക്ക് അയക്കുന്നു. സി ബേസിക്കലി ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളാണ്. അവള് ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആണ്. അപ്പൊ ഇവളുടെ ഒരു ടാലന്റ് തിരിച്ചറിഞ്ഞിട്ട് പിന്നീട് ഈ മിലിറ്ററിയിലുള്ള മിലിറ്ററിക്കാർ എന്തൊക്കെയോ പരിപാടികളും കാര്യങ്ങളൊക്കെ മറ്റേ സ്പൈ സാറ്റലൈറ്റ്സിന്റെ കാര്യങ്ങളും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ജീനെ ഈ മിലിറ്ററിക്കാർ എടുക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഹൈ പവർ റേഡിയോ വേവ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവരുടെ ഈ ഫെസിലിറ്റീസിൽ അവർ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് സ്പൈ സാറ്റലൈറ്റ്സ് ഉണ്ടാവും, അതിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനാണ് എന്നാണ് ജി ആദ്യം ഇത് വിചാരിച്ചിരുന്നത്. പക്ഷെ ലേറ്റർ പുള്ളിക്കാരി ഫൗണ്ട് ഔട്ട് ചെയ്യുന്നു ഇത് സ്പൈ സാറ്റലൈറ്റ്സിനെ ഒന്നും ഡിസ്ട്രോയ് ചെയ്യാനല്ല, ഇത് ആക്ച്വലി എക്സ്ട്രാ ടെറസ്ട്രിയൽ അല്ലെങ്കിൽ ഏലിയൻ ലൈഫ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു ഫെസിലിറ്റീസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവൾ ആക്ച്വലി ഇവരുടെ സുപ്പീരിയേഴ്സ് അറിയാതെ തന്നെ ഇവർ ഈ ഹൈ പവർ റേഡിയോ വേവ്സ് ഇത് ആംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഇവൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഇവള് ഇതിലൂടെ ഒരു മെസ്സേജ് അയക്കണം. ഈ മെസ്സേജ് അയച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു 8 വർഷത്തിന് ശേഷം ഇവൾ 8 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫെസിലിറ്റീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഇവർക്ക് തിരിച്ചൊരു മെസ്സേജ് കിട്ടുകയാണ്. അപ്പം ഈ മെസ്സേജിൻ്റെ അകത്ത് ഈ ഒരു ആ അപ്പുറത്ത് ഉള്ള ആ ഒരു ലൈഫ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ആ ഒരു പ്ലാനറ്റിൽ നിന്നുള്ള ഒരാൾ അവർക്ക് തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. ആള് അല്ലെങ്കിൽ ഒരു ലൈഫ് നമ്മളെ കാണിക്കുന്നില്ല. ഇത് എൻ്റെ കയ്യിൽ ഈ മെസ്സേജ് വന്നത് നന്നായി, നിങ്ങൾ ദയവ് ചെയ്ത് ഇതിന് റെസ്പോണ്ട് ചെയ്യരുത്, ഇത് ചെയ്താൽ ഞങ്ങളുടെ ആളുകൾ നിങ്ങളുടെ പ്ലാനറ്റിനെ വന്ന് ആക്രമിക്കും, കീഴ്പ്പെടുത്തും എന്നുള്ളത്. അപ്പം നമ്മുടെ ജി ഓൾറെഡി ഈ ലൈഫുമായിട്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ കെയോസും ഒക്കെ ആയിട്ട് വളരെ ഡിസില്യൂഷൻഡ് ആണ്. അവൾക്ക് ഹ്യൂമൻ കൈൻഡിൽ ഓൾറെഡി ഒരു ഫെയ്ത്ത് എല്ലാം നഷ്ടപ്പെട്ടു. അപ്പം പ്രത്യേകിച്ച് അവൾക്ക് ഈ ഇവിടെ ജീവിക്കണമെന്ന് അല്ലെങ്കിൽ ഒരു ഭയങ്കര നഷ്ടത്തിലാണ് പുള്ളിക്കാരി, എല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള ഒരു ചിന്തയിലും ഒരു ഡിപ്രസ്ഡ് മോഡിലൊക്കെയാണ് പുള്ളിക്കാരി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വന്ന് ഇൻവേഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് പുള്ളിക്കാരിക്ക്. സോ പുള്ളിക്കാരി തിരിച്ച് മെസ്സേജ് അയക്കണം. അപ്പം ഇത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഇവിടെ വർക്ക് ചെയ്യുന്ന മിലിറ്ററി ഫെസിലിറ്റീസിൽ ജി വർക്ക് ചെയ്യുന്ന ടൈമിൽ മൈക്കി വാൻസ് എന്ന് പറയുന്ന ഒരു റിച്ച് ആളെ പരിചയപ്പെടുന്നു. ഏകദേശം സിമിലർ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് ഈ മൈക്കി വാൻസ്. സോ മൈക്കി വാൻസ് ജിയോട് പ്രോമിസ് ചെയ്യുന്നു ഇവർക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഇയാൾ ഒരുക്കാമെന്ന്. കാരണം ആഫ്റ്റർ കൾച്ചറൽ റെവല്യൂഷൻ ഈ ജി മൈക്കി വാൻസിന്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പം ഇവരെന്ത് ചെയ്യുന്നു, ഇവരൊരു എർത്ത് ട്രൈസോളാർസിസ് ഓർഗനൈസേഷൻ ETO എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ലീഡറായിട്ട് ജി ഉണ്ടാവുന്നു. മൈക്കി വാൻസും ഫിനാൻഷ്യലി മറ്റ് സപ്പോർട്ടും ഉണ്ടാവുന്നു. മൈക്കി വാൻസ് വൺ ഓഫ് ദ മെമ്പർ ആണ് ഇതിന്റെ. എന്നിട്ട് ഇത് സിമിലർ മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ഈ ഓർഗനൈസേഷനിലേക്ക് വരുത്തുന്നു. അപ്പം അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് മുന്നോട്ട് പോകുന്നു. അപ്പോൾ റെഗുലർ ആയിട്ട് ഇപ്പം വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ ജി ഇതിൻ്റെ ഇടയ്ക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം ഇപ്പോൾ എവറി ഡേ ഇവർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ബോഡിയുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഏലിയൻസുമായിട്ട് മൈക്കി വാൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിട്ടും കാണിക്കുന്നു. അപ്പോൾ പ്രസന്റ് ഡേ കാണിക്കുന്നു. ഈ പ്രസന്റ് ഡേയിൽ കുറച്ച് യങ് സയന്റിസ്റ്റ് ആണ് ആഗി, വിൽ, ജിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവരുടെ കൂട്ടത്തിൽ ഒരു സീനിയർ, അപ്പോൾ ഇവരുടെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ്, ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരു സയന്റിസ്റ്റ്, ഇവരെയൊക്കെ ഒരു മെന്റർ എന്ന് പറയാം. മാത്രമല്ല ഇവർ നമ്മുടെ പ്രധാന ക്യാരക്ടർ ആയിട്ടുള്ള ജിയുടെ ഡോട്ടറുമാണ്. എല്ലാം ഈ പറയുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്. ജിയുടെ ഡോട്ടറുമാണ്. അപ്പോൾ ഇവരൊരു സുപ്രഭാതത്തിൽ സൂയിസൈഡ് ചെയ്തു. അപ്പോൾ ആർക്ക് റീസൺ ഒന്നും അറിയത്തില്ല, എന്താണ് കാരണം, എന്തിനാണ് ഇവർ സൂയിസൈഡ് ചെയ്തതെന്നുള്ളത്. അപ്പം ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആ ഒരു ക്യാരക്ടറാണ് ബെനഡിക്ട് വോങ്ങിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ ഒരു പോലീസ് ഓഫീസറാണ്, ഒരു പവർഫുൾ ഒരു ഫെഡറൽ ഏജന്റ് ആണ്. പുള്ളിക്കാരൻ ഇതൊക്കെ അന്വേഷിക്കാൻ വരുന്നു. സോ ഇതൊക്കെ ഈ സംഭവങ്ങൾക്ക്, അത് മാത്രമല്ല ഈ വേൾഡിന്റെ മറ്റ് പല സ്ഥലത്തും ഈ സയന്റിസ്റ്റുകൾ ഇങ്ങനെ ഒരു 2 മാസത്തിനിടയിൽ ഇത്ര നമ്പർ ഓഫ് സയന്റിസ്റ്റ് സൂയിസൈഡ് ചെയ്തെന്നുള്ളൊരു വാർത്തയൊക്കെ വരും. അപ്പോൾ ബെനഡിക്ട് വോങ് ഇതെല്ലാം കണക്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നു ETO എന്ന് പറയുന്ന ഓർഗനൈസേഷനെ കുറിച്ചും എന്തുകൊണ്ടാണ് സയന്റിസ്റ്റ് മരിക്കുന്നതിനുള്ള കുറിച്ചൊക്കെ ഉള്ള വിവരം ലഭിക്കുന്നു. അപ്പം അവർക്ക് ഓൾറെഡി
സ്ഥിരമായിട്ട് ഈ ETO ഓർഗനൈസേഷൻ സിയുടെയും മൈക്കി വാൻസിന്റെ നേതൃത്വത്തിലുള്ളവർ സ്ഥിരം കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ഏകദേശം ഒരു 450 ഇയേഴ്സ് എടുക്കും അവർ അവിടുന്ന് ഇവിടെ വരാൻ ഇൻവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്നു. അപ്പം ഈ ഫെഡറൽ ഏജൻസ്, എർത്തിലുള്ള ഫെഡറൽ ഏജൻസി ഇവരെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. സോ അങ്ങനെ മൈക്കി വാൻസിന്റെ ആ ഷിപ്പിലുള്ള കുറേ ആളുകളെ ഇവർ കൊല്ലുന്നു. പക്ഷെ തത്യാന എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതിൻ്റെ അകത്ത് രക്ഷപ്പെടുന്നുണ്ട്. സോ ഈ ക്യാരക്ടറിനെ പിന്നീട് ഏലിയൻസ് കോൺടാക്ട് ചെയ്യുന്നു. അവരുടെ ടെക്നോളജിയൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ അവർക്കറിയാം ആഫ്റ്റർ 400 ഇയേഴ്സ് എർത്ത്, കാരണം അവരുടെ സാറ്റലൈറ്റ് അല്ലെങ്കിൽ അവരുടെ പ്ലാനറ്റ് ഭയങ്കര അൺസ്റ്റേബിൾ ആണ്, എപ്പോഴും അവരുടെ കാര്യങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരെക്കാളും മുന്നിലെത്തും എന്നുള്ളത് അവർക്ക് ഭയങ്കര ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു പുതിയ പ്ലാനറ്റ് വേണം, അവരിവിടെ വന്ന് ഇൻവേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു സപ്പോർട്ട് അവർക്ക് ആവശ്യമുണ്ട് ഇവിടെ നിന്ന്. ഇത് ആളുകളെല്ലാം മരിച്ചതുകൊണ്ട് തത്യാന എന്ന് പറയുന്ന എസ്കേപ്പ് ചെയ്ത ഈ ഒരാളെ അവർ കോൺടാക്ട് ചെയ്യാണ് പിന്നീട്. സോ ഒരു സൈഡിൽ നിന്ന് അവരെ ഏലിയൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, അവരിവിടെ വരാൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ഫെഡറൽ ഏജൻസ് എർത്തിലുള്ളവർ ഇവരെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പം ഇങ്ങനെ അപ്പം ഇതിൻ്റെ ഒരു കഥയാണ്. അപ്പം സയൻസ് ഫിക്ഷൻ ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് കണ്ടിരിക്കണം ഈ ഒരു 3 ബോഡി പ്രോബ്ലംസ് എന്ന് പറയുന്ന ഒരു സീരീസ്. ഫസ്റ്റ് സീസൺ 8 എപ്പിസോഡ്സ് ആണ് പറഞ്ഞല്ലോ. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ആ ഒരു ഫിക്ഷണൽ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എല്ലാം ഭയങ്കര നല്ല രീതിയിൽ അവർ പോർട്രേ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആക്ടേഴ്സ് ഒക്കെ സോ അമേസിംഗ് ആണ്. സോ ഡ്രാമാസ് ഇതൊരു ഡ്രാമയാണ്, അപ്പോൾ കുറച്ചൊരു സ്ലോ പേസിലാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ബട്ട് സെക്കൻഡ് സീസണുള്ള എല്ലാവിധ ഗേറ്റും ഓപ്പൺ ആക്കിയിട്ടാണ് ഫസ്റ്റ് സീസൺ എൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഐ ബിലീവ് ദാറ്റ് സെക്കൻഡ് സീസൺ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും ഫസ്റ്റ് സീസണേക്കാളും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ മസ്റ്റ് വാച്ച് ഇറ്റ് ആൻഡ് സീ യു. കാണാത്തവരെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.